അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ ചതിയെ കുറിച്ചാണ്. അതായത് ഇങ്ങനത്തെ ഒരുപാട് സംഭവം സിനിമയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം പൈസ അങ്ങോട്ടേക്കും കൊടുക്കാറുണ്ട്, ചിലർക്ക് കിട്ടാറില്ല. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തല്ലാണെങ്കിൽ വണ്ടിച്ചെക്ക് വന്നിട്ടുള്ള കുറെ ചതി, അങ്ങനത്തെ കുറെ ചതികൾ സിനിമയുടെ ബാക്കിലുണ്ട്. അതായത് ഒരു ഒഫീഷ്യൽ റെഗുലേറ്ററി ഒന്നും ഇതിലൊന്നും പേഴ്സണലി ഇല്ലാലോ. അതെല്ലാം കൊണ്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ. അപ്പൊ ഇന്ന് ഇവിടെ വിക്ടിം ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കോമഡി താരം ഹരീഷ് കണാരനാണ്. അപ്പൊ ഹരീഷ് കണാരന് പറ്റിയൊരു പറ്റാണ് ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു കൗതുകം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇന്നും വളരെ ഒരു കാമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു മനുഷ്യനാണെങ്കിൽ, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ചതിക്കപ്പെട്ട ആ ഒരു ഒരു അഗ്രഷൻ എന്തായാലും കാണേണ്ടതാണ്. അതൊന്നും പുള്ളി ഇപ്പം കാണിക്കുന്നില്ല. പുള്ളിക്ക് പറ്റിയൊരു പറ്റെന്ന് പറഞ്ഞാൽ പുള്ളി അത്രയും വലിയ സൗഹൃദത്തിലായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിലെ സൂപ്പർ സ്റ്റാർ ബാദുഷയായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അത്രയും നല്ലൊരു സൗഹൃദത്തിലല്ലാത്ത ഒരു വശം ആരും ഒരാൾക്ക് 20 ലക്ഷം രൂപയൊന്നും കടം കൊടുക്കാൻ നിൽക്കില്ല. അത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും. ഹരീഷ് കണാരനൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലെത്തിയ ഒരു ആക്ടറാണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ പുള്ളിയൊക്കെ ഒരു 20 ലക്ഷം ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആണ്. ആർക്കും വലിയൊരു എമൗണ്ട് ആണത്. ഒട്ടും ഒരു ചെറിയൊരു പൈസ അല്ല. അപ്പൊ അത്രയും ഒരു വിശ്വാസത്തിന്റെ പേരിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്തിൽ ബാദുഷ ഏറ്റെടുത്തോളാന്ന് ബാദുഷ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഹരീഷിനെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഓക്കെ, അത് സിമ്പിൾ ആയല്ലോ, നമ്മൾ എപ്പോഴും കാണുന്ന ആളാണല്ലോ എന്നുള്ളൊരു പരിചയത്തിൽ എൻ്റെ ഫാമിലി ആയിട്ടുള്ള പരിചയങ്ങളൊക്കെ വെച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഹരീഷ് കണാരൻ വിചാരിക്കുകയും അത് കൊടുക്കുകയും അങ്ങനെ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് 1, 2, 3, 4 വർഷമായി എന്നാ ഇപ്പൊ ഹരീഷ് കണാരൻ പറയുന്നത്. ഇപ്പൊ കുറെ കാലമായിട്ട് പുള്ളീനെ ഇപ്പൊ സിനിമയിലൊന്നും കാണുന്നില്ല. നമ്മളെല്ലാവരും മറന്നു എന്ന് വരെ നമുക്കൊരു തരത്തിൽ പറയാൻ പറ്റും. അത് സ്ട്രോങ് ആയിട്ടുള്ള റോൾസ് ഒന്നും ആയിട്ടൊന്നും പുള്ളി വരുന്നില്ല. പുള്ളിയുടെ കുറെ കോമഡി സംഭവങ്ങളായിരുന്നു ഇത്രയും കാലം കാണിച്ചത്. അപ്പൊ പല കോമഡി ആക്ടേഴ്സും നമ്മൾ ജസ്റ്റ് ഒരു കോമഡി ആക്ടർ ആണെന്ന് തള്ളിയ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ പിന്നീടുള്ള കാലത്തിൽ അവരെ ആക്ടിങ് കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും കൊണ്ട് ഞെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുള്ളിക്ക് ഒരു തിരിച്ചുവരെല്ലാം ആവാൻ കഴിയും. തീർച്ചയായിട്ടും കഴിവുള്ള ഒരാളാണ് ഹരീഷ് കണാരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്ക് ഒരു ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു പാടാണ്. അതൊരു വല്ലാത്തൊരു ചതിയാണ്. അതായത് ഒരാളെ നമ്മൾ സഹായിക്കുക, ഇത്രയും പൈസ കൊടുത്ത് സഹായിക്കുക. ഒരു 2000 രൂപയോ 20,000 രൂപയോ പോട്ടെ, ഒരു 2 ലക്ഷം രൂപയും പോലും അല്ല, 20 ലക്ഷം രൂപ കൊടുത്ത് ഒരാൾ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കുകയും അത് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. തിരിച്ചു ചോദിക്കുമ്പോൾ എല്ലാം കുറെ കാലം മോനെ അത് ഇത് എന്നെല്ലാം പറഞ്ഞ് തള്ളി നീക്കി എന്നല്ലാതെ പുള്ളിക്ക് ഏറ്റവും ഉണ്ടായിരുന്നൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ARM സിനിമയിൽ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തത്ര അവരുടെ ടീം. അപ്പൊ ഈ ബാദുഷ വഴിയാണ് കോണ്ടാക്ട് ചെയ്തത്. ബാദുഷ ഡേറ്റ് വാങ്ങുകയും പിന്നെ ഹരീഷ് കണാരനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. കാരണം അതിനിടയിൽ ഈ പൈസയുടെ കാര്യം ബാദുഷയുടെ അടുത്ത് ഈ പുള്ളി ആവശ്യപ്പെട്ടു എന്നാണ് പുള്ളി ഇന്റർവ്യൂവിലും കാര്യങ്ങളിലെല്ലാം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞതേക്കും പുള്ളി പിന്നെയും ഇതാക്കി. അതായത് ആ പൈസ വീണ്ടും ഹരീഷ് കണാരന് അവകാശപ്പെട്ടതല്ല, അത് ചോദിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് ബാദുഷയുടെ ഒരു നിലപാടെന്നാണ് പൊതുജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ, ഒരു ഒഫീഷ്യൽ റിപ്ലൈ, ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് ബാദുഷ പറയേണ്ടത്. പിന്നെ ഇതെല്ലാം നമ്മുടെ ബാങ്ക് ത്രൂ ആണ് പോയിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് ഹരീഷ് കണാരൻ പറയുന്നുണ്ട്. അവരുടെ എന്താ പറയാ, അവർ ഈ പറയുന്ന കാര്യത്തിൽ സോളിഡ് ആയിട്ടുള്ള ബാക്കിംഗ് അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു തരത്തിൽ അല്ലാതെ വെറുതെ ബ്ലഫ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പറയുന്നതല്ല. അത് പറയുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ സൗമ്യനായി വീട്ടിലിരുന്ന് ഒക്കെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ വെറുപ്പ് തോന്നുകയും ആ മനുഷ്യനെ പ്രാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ സാധാരണ ആൾക്കാർ എത്തും. പക്ഷെ അതുപോലും പുള്ളി കാണുന്നില്ല. പുള്ളി പറയുന്നത് ഞാൻ ഇത്രയും ചോദിച്ച സമയത്ത് ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഇട്ടുകയെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയേനെ. അപ്പൊ പുള്ളിയുടെ സിനിമയെന്നും ഔട്ടാക്കുക. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഒരാളെ തൊഴിൽ നിഷേധമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതും സ്വന്തം ഇത്രയും പൈസ കൊടുത്ത് സഹായിച്ച ഒരാള് തൊഴിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം സമൂഹത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക എല്ലാവരും. അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നമ്മളൊക്കെ എങ്ങനെ ഒരാൾ സഹായിച്ചതും പോരാ, അയാൾക്ക് പൈസയും തിരിച്ചു കൊടുക്കാൻ വയ്യ, എന്നിട്ട് അയാളെ പണിയും കളയുക. ഒരു കലാകാരനല്ല, അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ല റോൾസും വലിയ സിനിമകളിൽ മുഖം കാണിക്കാനും അവതരിപ്പിക്കാനൊക്കെയാണ്. എന്നിട്ട് അവിടുന്ന് ആണെങ്കിലും അവിടുന്ന് ഔട്ടാക്കുക. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്?
വളരെ വളരെ വേദനിപ്പിക്കുന്ന വളരെ വലിയ ചതിയുടെ സംഭവങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ പൈസ കൊടുക്കുന്ന ആൾക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. വളരെ ഒരു ഗതികെട്ട ഒരു അവസ്ഥയാണത്. വളരെ വളരെ വലിയൊരു ചതിക്കപ്പെട്ട ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ സംഭവത്തിനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അണ്ടിൽ ദാൻ ടേക്ക് കെയർ ഗൈസ്.